ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പോലീസ് അതിക്രമത്തിനെതിരായ MLA-മാരുടെ സത്യാഗ്രഹത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെടാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇന്ന് നിയമസഭാ നടപടികൾ ബഹിഷ്കരിച്ചു. ഭൂസർവേ രേഖകൾ അതിവേഗം ലഭ്യമാക്കുന്ന കിയോസ്ക് സംവിധാനത്തിന് സംസ്ഥാനത്ത് തുടക്കം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചു ചേർത്ത രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത്. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ആദ്യ മത്സരത്തിൽ വിജയം കുറിച്ച് വിയ്യപുരം ചുണ്ടൻ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ പമ്പാ തീരത്ത് ഉദ്ഘാടനം ചെയ്യും. ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഒമാനെ നേരിടും. വാർത്തകൾ വിശദമായി. പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചുള്ള MLA-മാരുടെ സത്യാഗ്രഹത്തിൽ സർക്കാർ ഇടപെടാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇന്ന് നിയമസഭാ നടപടികൾ ബഹിഷ്കരിച്ചു. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് 2 പ്രതിപക്ഷ MLA-മാർ കഴിഞ്ഞ 4 ദിവസമായി നിയമസഭാ കവാടത്തിൽ സത്യാഗ്രഹം നടത്തിവരികയാണ്. ശബരിമലയിലെ സ്വർണം കാണാതായതുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇന്ന് വാക്കൌട്ടും ചെയ്തിരുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. എന്നാൽ ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതിനാൽ നോട്ടീസ് സ്വീകരിക്കാനാവില്ലെന്ന് സ്പീക്കർ വ്യക്തമാക്കി. നടപടികൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞ സഭ ഈ മാസം 29-ന് വീണ്ടും ചേരും. യൂറോപ്യൻ യൂണിയനുമായി കൂടുതൽ വാണിജ്യ ബന്ധങ്ങൾക്ക് കേരളം സന്നദ്ധമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് കേരള യൂറോപ്യൻ യൂണിയൻ ബ്ലൂ ഇക്കോണമി കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. വിഴിഞ്ഞം തുറമുഖം ആഗോള വ്യാപാര രംഗത്ത് സംസ്ഥാനത്തെ അടയാളപ്പെടുത്തിയതായും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. മത്സ്യബന്ധന മേഖലയെ പരിപോഷിപ്പിക്കാൻ മത്സ്യസമ്പദാ യോജന ഉൾപ്പെടെ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരുന്നതായി ചടങ്ങിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് പറഞ്ഞു. രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് സമുദ്രമേഖലയ്ക്ക് നിർണായക സ്ഥാനമുണ്ടെന്ന് ചടങ്ങിൽ ഓൺലൈനായി പങ്കെടുത്ത കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ അഭിപ്രായപ്പെട്ടു. ഭൂമിയുടെ സർവേ രേഖകൾ ഓഫീസുകൾ സന്ദർശിക്കാതെ തന്നെ ലഭ്യമാക്കുന്ന സംവിധാനത്തിന് സംസ്ഥാനത്ത് തുടക്കമായി. 530 വില്ലേജുകളിലെ സർവേ രേഖകളാകും നിലവിൽ ഇങ്ങനെ ലഭ്യമാകുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. എന്റെ ഭൂമി പോർട്ടലിൽ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്തോ ജൻ പരിചയ് സംവിധാനത്തിലൂടെ ലോഗിൻ ചെയ്തോ സർവേ വിവരങ്ങൾ ഡൗൺലോഡ് ചെയ്യാം. ഫീസും ഓൺലൈനായി നൽകാം. അംഗീകൃത വ്യക്തികൾക്ക് മാത്രം ബന്ധപ്പെട്ട രേഖകൾ നൽകുന്ന രീതിയിലാവും സംവിധാനം പ്രവർത്തിക്കുക. വകുപ്പിന്റെ സ്വകാര്യ നെറ്റ്വർക്കിലും പബ്ലിക് നെറ്റ്വർക്കുകളിലും ഡാറ്റ സുരക്ഷിതമാക്കാനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. COR സ്റ്റേഷൻ സാങ്കേതികവിദ്യ, ഡ്രോൺ തുടങ്ങിയവ ഉപയോഗിച്ച് നടത്തിയ ഡിജിറ്റൽ സർവേയെ തുടർന്നാണ് ഈ സേവനം അവതരിപ്പിച്ചിട്ടുള്ളത്. ശബരി പദ്ധതിയുടെ ഭൂമി ഏറ്റെടുക്കൽ ചിലവിന്റെ പകുതി കേന്ദ്രം വഹിക്കണമെന്ന പുതിയ നിർദ്ദേശം വയ്ക്കാൻ കേരളം തയ്യാറെടുക്കുന്നു എന്ന വാർത്ത തെറ്റിദ്ധാരണാജനകമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പദ്ധതിക്ക് വേണ്ടി മുടക്കുന്ന 50% സംസ്ഥാന വിഹിതം കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ നിന്നും ഒഴിവാക്കണമെന്നുള്ള ഒരേ ഒരു നിർദ്ദേശം മാത്രമേ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വച്ചിട്ടുള്ളൂ. പദ്ധതിയിൽ നിന്ന് കേരളം പിൻവാങ്ങുന്നു എന്ന വാർത്ത തെറ്റിദ്ധാരണാജനകമാണെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത്. മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിൽ രാവിലെ 11 മണിക്കാണ് യോഗം. അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. പൊതുസേവനവും സദ്ഭരണവും മുഖമുദ്രയാക്കി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 11 വർഷത്തിനിടെ ഗോത്രവർഗ ശാക്തീകരണത്തിനായി നടപ്പാക്കിയ പ്രവർത്തനങ്ങളാണ് ആകാശവാണിയുടെ പ്രത്യേക പരമ്പരയായ സേവാ പർവിൽ ഇന്ന്. ലോകത്തിലെ തന്നെ ഏറ്റവും വൈവിധ്യപൂർണമായ ഗോത്ര ജനതയുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ഗോത്ര സമൂഹങ്ങളുടെ ശാക്തീകരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നിരവധി പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. साथियों, आदिवासी कल्याण हमेशा से एनडीए सरकार की प्राथमिकता रहा है. जनजातीय समाज की पढ़ाई, कमाई और दवाई, इस पर हमारी सरकार का बहुत जोर है. ഗോത്ര വിഭാഗങ്ങളുടെ ഉന്നമനം ഉറപ്പാക്കുന്നതിനുള്ള പ്രധാനമന്ത്രി ജൻജാതി ആദിവാസി ന്യായ് അഭിയാനായി 24,000 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ വകയിരുത്തിയിരിക്കുന്നത്. രാജ്യത്ത് പുതിയ ചരക്ക് സേവന നികുതി നിരക്കുകൾ തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ. ഇതിനു മുന്നോടിയായി ഉൽപാദകർക്കും വിതരണക്കാർക്കും കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഈ മാസം 22-ന് മുൻപ് നിർമ്മിച്ച ഇനിയും വിൽക്കാനുള്ള ഉൽപ്പന്നങ്ങളിൽ പുതുക്കിയ വില സ്റ്റിക്കറുകൾ പതിപ്പിക്കണം. എന്നാൽ പാക്കേജിൽ പഴയ MRP വ്യക്തമായിരിക്കുകയും വേണമെന്നാണ് നിർദ്ദേശം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ആലപ്പുഴ കൈനഗിരിയിൽ നടന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ആദ്യ മത്സരത്തിൽ കൈനഗിരി വില്ലേജ് ബോട്ട് ക്ലബ് തുഴഞ്ഞ വിയപുരം ചുണ്ടൻ ജേതാവായി. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ മേൽപ്പാടം ചുണ്ടൻ രണ്ടാമതും നിരണം ബോട്ട് ക്ലബിന്റെ നിരണം ചുണ്ടൻ മൂന്നാമതുമെത്തി. 9 ചുണ്ടൻ വള്ളങ്ങളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നാളെ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിനായി പമ്പാ തീരം ഒരുങ്ങി. നാളെ രാവിലെ 10-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെയുള്ള മന്ത്രിമാർ, MLA-മാർ, വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. മണൽപ്പുറത്തെ 43,000 ചതുരശ്ര അടിയിലുള്ള പ്രധാന വേദിയിലാണ് ഉദ്ഘാടന സമാപന സമ്മേളനം നടക്കുക. 16 രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ 3,500 പ്രതിനിധികൾക്കുള്ള സൌകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. കോടതി വിധി പ്രകാരം മണപ്പുറത്തിന്റെ സ്വാഭാവിക ഘടനയ്ക്ക് ദോഷം വരാതെ പൂർണ്ണമായും ഇളക്കിമാറ്റാൻ സാധിക്കുന്ന പന്തലാണ് ഒരുക്കിയിട്ടുള്ളത്. 3 സമാന്തര സെക്ഷനുകളിലായി ശബരിമല മാസ്റ്റർ പ്ലാൻ, ആത്മീയ ടൂറിസം സർക്യൂട്ടുകൾ, ശബരിമലയിലെ തിരക്ക് നിയന്ത്രണവും സജ്ജീകരണങ്ങളും എന്നീ വിഷയങ്ങളിൽ ചർച്ച നടക്കും. വിശ്വാസ സംരക്ഷണം എന്ന പേരിൽ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് സർക്കാരിന്റെ കാപട്യമാണെന്ന് ചൂണ്ടിക്കാട്ടി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. പരിപാടിക്ക് പിന്നിലെ രാഷ്ട്രീയ അജണ്ട അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്ന സംഘടനകൾ മനസ്സിലാക്കണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് പ്രതികരിച്ചു. നവരാത്രി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി ശുചീന്ദ്രത്ത് നിന്ന് 300 വിഗ്രഹ ഘോഷയാത്ര പുറപ്പെട്ടു. ഘോഷയാത്ര നാളെ പത്മനാഭപുരത്ത് എത്തും. സംസ്ഥാന അതിർത്തിയായ കളിയിക്കാവിളയിൽ മറ്റന്നാൾ ഉച്ചയോടെ എത്തുന്ന വിഗ്രഹ ഘോഷയാത്രയ്ക്ക് സംസ്ഥാന സർക്കാർ സ്വീകരണം നൽകും. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിനിന്റെ ഭാഗമായി തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ ഇന്ന് നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചു. പേട്ട റെയിൽവേ ആശുപത്രിയിൽ നിന്നും ആരംഭിച്ച വാക്കത്തോൺ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശോഭ ജാസ്മിൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. അമീബിക് മസ്തിഷ്ക ജ്വര ലക്ഷണങ്ങളോടെ ഒരാളെ കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ ചാവക്കാട് സ്വദേശിയാണ് ചികിത്സയിലുള്ളത്. ലോട്ടറിയെ ആഡംബര ഉൽപ്പന്നമായി കണക്കാക്കി GST 12% വർദ്ധിപ്പിച്ചത് ലോട്ടറി വിൽപ്പനക്കാരെ ബാധിക്കുമെന്ന് കേരള സംസ്ഥാന ഭാഗ്യക്കുറി ക്ഷേമനിധി ബോർഡ് ചെയർപേഴ്സൺ സുബൈർ TV. പ്രൈസ് കമ്മീഷൻ, ഏജൻസി ബോണസ്, ഗവൺമെന്റ് ലാഭം, സമ്മാനത്തുക എന്നിവയിൽ ഇതുമൂലം മാറ്റങ്ങൾ അനിവാര്യമാകുമെന്നും അദ്ദേഹം കൊല്ലത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റ് ഗ്രൂപ്പ് A അവസാന മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഒമാനെ നേരിടും. അബുദാബി ഷെയ്ഖ് സയ്യിദ് സ്റ്റേഡിയത്തിൽ രാത്രി 8-നാണ് മത്സരം. സൂപ്പർ 4-ൽ നാളെ ശ്രീലങ്ക ബംഗ്ലാദേശിനെ നേരിടും. ഇന്ത്യയും പാകിസ്ഥാനുമാണ് സൂപ്പർ 4-ലെത്തിയ മറ്റ് 2 ടീമുകൾ. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 388 പോയിന്റ് നഷ്ടത്തിൽ 82,626-ലും നിഫ്റ്റി 97 പോയിന്റ് നഷ്ടത്തിൽ 25,327-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 120 രൂപ കൂടി 81,640 രൂപയും ഗ്രാമിന് 10,205 രൂപയുമാണ് ഇന്നത്തെ വില. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയകൾ നടത്തുന്നതിന് യാതൊരുവിധ പ്രതിസന്ധിയും നിലവിലില്ലെന്ന് ആശുപത്രി അധികൃതർ. ഉപകരണങ്ങളുടെ ക്ഷാമം മൂലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കാർഡിയോളജി, യൂറോളജി വിഭാഗങ്ങളിൽ ശസ്ത്രക്രിയകൾ വീണ്ടും തടസ്സപ്പെടുന്നു എന്ന തരത്തിൽ നടക്കുന്ന പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. സർക്കാർ ഇടപെട്ട് ചികിത്സാ ഉപകരണങ്ങൾ ആവശ്യത്തിനുണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. പോലീസ് അതിക്രമത്തിനെതിരായ MLA-മാരുടെ സത്യാഗ്രഹത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെടാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇന്ന് നിയമസഭാ നടപടികൾ ബഹിഷ്കരിച്ചു. ഭൂസർവേ രേഖകൾ അതിവേഗം ലഭ്യമാക്കുന്ന കിയോസ്ക് സംവിധാനത്തിന് സംസ്ഥാനത്ത് തുടക്കം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചു ചേർത്ത രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത്. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ആദ്യ മത്സരത്തിൽ വിജയം കുറിച്ച് വിയപുരം ചുണ്ടൻ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ പമ്പാ തീരത്ത് ഉദ്ഘാടനം ചെയ്യും. ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഒമാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.